ഓക്കെ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. സോ ഇന്ന് എനിക്ക് കോളേജ് ഉണ്ടായിരുന്നു. ഇന്ന് തിങ്കളാഴ്ച ആയിരുന്നു. സോ കോളേജ് ഉണ്ടായിരുന്നു. എനിക്ക് കോളേജ് 1 മണി വരെ ആയിരുന്നു ഉള്ളത്. അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങി. എന്നിട്ട് ഞാൻ സീരീസ് കണ്ടുകൊണ്ടിരുന്നത്. സോ ഇന്ന് എടുക്കാനുള്ള 2 മീൽ എടുത്ത്. ഇന്ന് ഞാൻ ഒരു ലെഗ് ഡേ ആണ് ഞാൻ പ്ലാൻ ചെയ്തത്. ബട്ട് എൻ്റെ ലെഗ് ഇതുവരെ റിക്കവർ ആയിട്ടില്ല. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കുറച്ച് നാൾ വർക്കൗട്ടൊന്നും ഇല്ലായിരുന്നു. സോ ഒരാഴ്ച മുമ്പാണ് ഞാൻ ലെഗ് അടിച്ചത്. അത് കുറേ നാൾ നമ്മൾ ഒരു ലെഗ് വർക്കൗട്ട് ചെയ്ത് പെട്ടെന്ന് അടിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഒരു 3-4 ദിവസത്തേക്ക് ലെഗാണ് അടിച്ചതെന്ന്. സോ ലെഗ് റിക്കവർ ആയിട്ടില്ല. സോ അതുകൊണ്ട് ഇന്ന് വേറെ ഏതെങ്കിലും മസിൽ ഗ്രൂപ്പ് അടിക്കാമെന്ന് ചോദിച്ചു. അതുപോലെ കുറച്ചൊന്ന് ലേറ്റായിട്ടായിരിക്കും ഞാൻ ജിമ്മിൽ പോകണം. കാരണം ഈ സമയത്ത് ഞാൻ പോയി കഴിഞ്ഞാൽ ഭയങ്കര റഷായിരിക്കും. സോ കുറച്ച് ലേറ്റായിട്ട് പോകുമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ പുറത്ത് പോയി കുറച്ച് സാധനങ്ങൾ മേടിക്കണം ഫുഡിനായിട്ടുള്ള. അതിനി മേടിച്ചിട്ട് അത് ഫുഡൊക്കെ മേടിച്ചിട്ട് പിന്നെ ഒരു മീലും കൂടെ എടുത്തിട്ട് കുറച്ച് ലേറ്റായിട്ട് പോകുമെന്ന് വിചാരിച്ചു. സോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു വെയിറ്റ് മാനേജ്മെൻറ്റിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. സോ അത് ഞാൻ പറഞ്ഞ് തരാമെന്ന് വിചാരിച്ചു. അത് സിമ്പിൾ കാര്യമാണ്, മാത്തമാറ്റിക്സ് ആണ്. സോ ഒരു മിനിറ്റ്. ഓക്കെ, സോ ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വെയിറ്റ് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, വെയിറ്റ് ഇപ്പോൾ കുറയ്ക്കാനാണെങ്കിലും കൂട്ടാനാണെങ്കിലും. സോ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. സോ ഏതൊരു നമ്മളൊരു ഫുഡ് ഐറ്റം മേടിച്ചാലും, ഫോർ എക്സാമ്പിൾ ഈ ഓട്സ്. സോ ഏതൊരു ഫുഡ് ഐറ്റം മേടിച്ചാലും ഇതുപോലെ ഒരു കോളം കാണും. ഇതിനകത്ത് ന്യൂട്രീഷണൽ ഇൻഫോർമേഷൻ എന്ന് പറയും. സോ ഇതിനകത്ത് ഇങ്ങനെ നമ്മൾ എഴുതി വെച്ചേക്കും. സോ അതായത് പെർ 100 ഗ്രാമിൽ ഇതിനകത്ത് പെർ 100 ഗ്രാം എടുക്കുമ്പോൾ എത്ര കാലറീസ് ഉണ്ട്, അതായത് 100 ഗ്രാം ഓട്സ് കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡിക്കകത്ത് എത്ര കാലറീസ് കയറും എന്ന് ഇതിനകത്ത് ഇങ്ങനെ എഴുതി വെച്ചേക്കും. നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് പെർ 100 ഗ്രാം കൊടുത്തിട്ടുണ്ട്, പെർ 40 ഗ്രാം കൊടുത്തിട്ടുണ്ട്. സോ പെർ 100 ഗ്രാമിനകത്ത് 369 കാലറിയാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, സോ ഇതുപോലെ പാക്കറ്റിൽ വരുന്ന എല്ലാത്തിനും ഇങ്ങനെ കൊടുത്തേക്കും പെർസെൻറ്റേജ്, അതായത് കാലറീസ്, കാർബോഹൈഡ്രേറ്റ്സ്, പിന്നെ പ്രോട്ടീൻ, ഫാറ്റ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മാക്രോസ് കൊടുത്തേക്കും. സോ ഞാൻ മെയിൻ്റനൻസ് കാലറിയുടെ വീഡിയോ ഓൾറെഡി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. സോ അത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. മെയിൻ്റനൻസ് കാലറി എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഒരു 80 കിലോ വെയിറ്റ് ഉള്ള ഒരാളെ എടുത്ത്, സോ ആ 80 കിലോ ഉള്ള വെയിറ്റ് ഉള്ള ഒരാൾക്ക് ആ 80 കിലോ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുക. അതായത് കൂടുകയോ കുറയ്ക്കുകയോ ചെയ്യാതെ അത് 80 കിലോ തന്നെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടി കഴിക്കുന്ന ഒരു കാലറീസിൻ്റെ അളവ്, അതായത് നമ്മുടെ ബോഡി എനർജി ഫുഡ് കഴിക്കുന്നത് എനർജിക്ക് വേണ്ടിയാണ്. സോ അത് എനർജിയുടെ യൂണിറ്റിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ അത് കഴിക്കേണ്ട ഫുഡിൻ്റെ അളവ്, എനർജിയുടെ യൂണിറ്റിൽ കാലറീസ്, എത്ര കാലറീസ് ആണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് മെയിൻ്റനൻസ് കാലറീസ്. ഓക്കെ, സോ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പല വെബ്സൈറ്റുകളുണ്ട്. നിങ്ങൾ ചുമ്മാ പോയി ഗൂഗിളിൽ അടിച്ചു കൊടുക്കുക മെയിൻ്റനൻസ് കാലറി കാൽക്കുലേറ്റർ. അപ്പോൾ കുറേ വെബ്സൈറ്റ് വരും. അപ്പോൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ ഹൈറ്റ്, വെയിറ്റ്, നിങ്ങളുടെ നിങ്ങളുടെ ഡെയിലി ആക്ടിവിറ്റീസ്, നിങ്ങൾ എത്ര ദിവസം വർക്കൗട്ട് ചെയ്യുന്ന ആളാണ്, നിങ്ങൾ ഹൈലി ആക്റ്റീവായിട്ട് ഉള്ള ആളാണോ, അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു നമ്പർ തരുമായിരുന്നു. ഓക്കെ, സോ അതായിരിക്കും നിങ്ങളുടെ മെയിൻ്റനൻസ് കാലറീസ് ഒരു ആവറേജിൽ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ആ നമ്പറിൽ ഉള്ളിലുള്ള ഫുഡ് കഴിച്ചിട്ട് ആ നമ്പറിൻ്റെ അത്ര, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 2500 ആണ് തരുന്നെങ്കിൽ അപ്പോൾ 2500 കാലറീസ് ഒന്നും കഴിച്ചിട്ട് ഒരാഴ്ചയോ 2 ആഴ്ചയോ കഴിച്ചിട്ട് നോക്കണം. നിങ്ങളുടെ വെയിറ്റ് അവിടുന്ന് ഫ്ലക്ച്വേറ്റ് ആവുന്നില്ലെങ്കിൽ അതാണ് നിങ്ങളുടെ മെയിൻ്റനൻസ് കാലറീസ്. ഞാൻ ഇത് പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും അത് ആക്യുറേറ്റ് ആയിരിക്കില്ല. കാരണം 80 കിലോ ഉള്ള ആൾക്കാരെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ മെയിൻ്റനൻസ് കാലറീസ് ഒരിക്കലും സെയിം ആയിരിക്കണമെന്നില്ല. ഫോർ എക്സാമ്പിൾ അവരുടെ ആക്ടിവിറ്റി ലെവൽ, അവർ എന്ത് പ്രൊഫഷനാണ് ചെയ്യുന്നത്, അവരുടെ മെറ്റബോളിക് റേറ്റ്, അതനുസരിച്ച് മെയിൻ്റനൻസ് കാലറി കൂടിയും കുറഞ്ഞു നിൽക്കും. ഓക്കെ, സോ അതാണ് മെയിൻ്റനൻസ് കാലറീസ്. സോ നിങ്ങൾ ഇപ്പോൾ ഇതുപോലെ കഴിക്കുന്ന ഫുഡ് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇപ്പോൾ 100 ഗ്രാം ഓട്സ് കഴിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് 369 കാലറി കിട്ടും. സോ നിങ്ങൾ എത്ര കഴിക്കും, നിങ്ങൾ ഓട്സിൻ്റെ കൂടെ വേറെ വല്ല കഴിക്കുന്നത്, അപ്പോൾ നോർമലായിട്ട് കഴിക്കുന്ന ഫുഡുകളിലേക്ക് ഇങ്ങനെ അളന്ന് നോക്കുക. ഫോർ എക്സാമ്പിൾ നിങ്ങൾ എത്ര ഗ്രാം കഴിക്കുന്നു, എത്ര കാലറീസ് കയറുന്നു. സോ അത് നിങ്ങളുടെ മെയിൻ്റനൻസ് കാലറിയിൽ, ടോട്ടൽ ദിവസം കഴിക്കുന്ന ഫുഡ് നിങ്ങളുടെ മെയിൻ്റനൻസ് കാലറിയിൽ കുറഞ്ഞു നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ വെയിറ്റ് കുറയുകയും, നിങ്ങളുടെ മെയിൻ്റനൻസ് കാലറിയിൽ നിങ്ങൾ നോർമലായിട്ട് കഴിക്കുന്ന ഫുഡ് കൂടി നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ വെയിറ്റ് പതുക്കെ ഗ്രാജുവലി കൂടുകയും ചെയ്യും. അത് നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. കാരണം നോർമലായിട്ടുള്ള ആൾക്കാരൊന്നും നമുക്ക് ഫുഡ് മെഷർ ചെയ്തൊന്നും കഴിയത്തില്ല. സോ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾക്ക് വെയിറ്റ് കൂടുകയും കുറയുകയും ചെയ്യും. ഓക്കെ, സോ നെക്സ്റ്റ് ടൈമിൽ നിങ്ങൾക്ക് പെട്ടെന്ന് വെയിറ്റ് കൂടുകയോ വെയിറ്റ് കുറയുകയോ ചെയ്താൽ അത് പെട്ടെന്ന് കൂടിയതല്ല. അപ്പം നിങ്ങളുടെ മെയിൻ്റനൻസ് കാലറീസ് മിക്ക ടൈമിലും നിങ്ങളുടെ മെയിൻ്റനൻസ് കാലറീസ് നിങ്ങൾ കൂടുതലായിട്ട് കഴിച്ച് നിങ്ങൾക്ക് ഒരു അറിവില്ലാതെ കഴിച്ച് അത് ഗ്രാജുവലി ആഡപ്പ് ചെയ്ത് കമ്പൗണ്ട് ചെയ്ത് കൂടിയതാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് നിങ്ങളുടെ വെയിറ്റ് കുറയ്ക്കാനും പറ്റും. ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ എന്താ പറയുക, എൻ്റെ ഒരു മെയിൻ്റനൻസ് കാലറി എടുത്തു 3000 കാലറീസ് ആണ്
നോർമലി എനിക്ക് മെയിൻ്റനൻസ് ചെയ്യാൻ വേണ്ടി 3000 കാലറീസ് ആണ് കഴിക്കുന്നത്. സോ ഞാനിപ്പോൾ 3000 കാലറീസ് കുറഞ്ഞു, ഫോർ എക്സാമ്പിൾ ഈ 2700 അല്ലെങ്കിൽ 2600 കാലറി കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത്രയും കാലറി വെച്ച് കുറഞ്ഞു, അല്ലെങ്കിൽ അത്രയും വെയിറ്റ് വെച്ച് ഗ്രാജുവലി കുറഞ്ഞു വരും. ഓക്കെ, അതുപോലെ തന്നെ ഞാനിപ്പോൾ 3000 കാലറി കൂട്ടി കഴിച്ചാൽ, അല്ലെങ്കിൽ 3200, 3300, 3400 കഴിച്ചാണ് എൻ്റെ വെയിറ്റ് കൂടി വരും. സോ ഈ കാലറിയിൽ കഴിക്കുന്ന സമയത്ത് നമുക്ക് മസിൽ ബിൽഡ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് പ്രോട്ടീനും നമ്മുടെ ഫുഡിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കണം. ഫോർ എക്സാമ്പിൾ ഒരു ഒരു റിസർച്ച് പേപ്പർ അനുസരിച്ച് മാക്സിമം മസിൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ 1 pound ഓഫ് ബോഡി വെയിറ്റിന് 1 gram പ്രോട്ടീൻ വെച്ചാണ്. അതിപ്പോൾ നോർമലി നമ്മൾ കാൽക്കുലേറ്റ് ആണെങ്കിൽ നിങ്ങളിപ്പോൾ 80 കിലോ ആണെങ്കിൽ 160 to 170 gram പ്രോട്ടീൻ നിങ്ങൾ കഴിക്കേണ്ടി വരും. അല്ലെങ്കിൽ 150 പ്ലസ് ആ ഒരു കണക്ക് കൂട്ടി അതായത് 150 ഗ്രാമിൽ കൂടുതൽ പ്രോട്ടീൻ നിങ്ങൾ കഴിച്ചുവാണെങ്കിൽ നിങ്ങളുടെ മസിൽ ഗ്രോത്ത് മാക്സിമം ആയിരിക്കും. കാരണം അതിൽ കൂടുതൽ ആവശ്യം 1 gram ഓഫ് പ്രോട്ടീൻ പെർ പൗണ്ട് ഓഫ് ബോഡി വെയിറ്റ് കൂടുതലായിട്ട് ആവശ്യമില്ല. ഓക്കെ, സോ നിങ്ങൾക്കിപ്പോൾ അതിനൊരു ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിനെക്കുറിച്ച് വീണ്ടും ഞാൻ ചെയ്യണമെങ്കിൽ അപ്പം നിങ്ങൾ ചോദിക്കും, ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ ഓട്സ് ഓട്സ് പോലത്തെ പാക്കറ്റഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസിനകത്ത് എഴുതി വെച്ചേക്കും 100 grams ഇന്ന കാലറി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾ 50 gram കഴിക്കുന്ന സമയത്ത് നിങ്ങൾ 50 ഇപ്പം 369 കാലറി ഡിവൈഡ് ബൈ 2 അടിക്കുമ്പോഴത്തേക്കും എന്നാൽ നിങ്ങൾ 50 ഗ്രാമിൽ നിങ്ങൾക്ക് എത്ര കാലറി കിട്ടുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. സോ അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് ഇപ്പം പാക്കറ്റിൽ വരാത്ത ഫുഡ് ഐറ്റം ആണോ ചോദിക്കും. സോ ഫോർ എക്സാമ്പിൾ ചിക്കൻ ഒന്നും പാക്കറ്റിൽ വരത്തില്ല. നാട്ടിലൊക്കെ ആൾക്കാർ ചിക്കൻ പോയി ഇറച്ചി കട്ട് ചെയ്യുന്ന സ്ഥലത്ത് നിന്നാണ് മേടിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ മുട്ട അതുപോലെ കുറേ കാര്യങ്ങളൊന്നും പാക്കറ്റിൽ വരാത്ത കാര്യങ്ങളുണ്ട്. വെജിറ്റബിൾസ് ഇതൊന്നും നിങ്ങൾ പാക്കറ്റിലല്ല മേടിക്കുന്നത്. സോ എവിടെ എഴുതിയൊന്നും വെച്ചിട്ടില്ല അതിന് എത്ര കാലറീസ് ഉണ്ടെന്ന് പോലും. അപ്പോൾ എല്ലാ ഫുഡ് ഐറ്റംസിനും വേറെ കാലറീസ് ഉണ്ട്. സോ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാലറീസ് കാൽക്കുലേറ്റ് ചെയ്യാൻ കുറേ ആപ്പ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ മൈ ഫിറ്റ്നസ് പാൽ അല്ലെങ്കിൽ ഹെൽത്തിഫൈ മീ അതുപോലെ കുറേ ആപ്പുകളുണ്ട്, ഫ്രീ ആണ്. ഓക്കെ, സോ ഈ ആപ്പുകളുടെ ഒരു ഗുണമെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓൾറെഡി വേണ്ട ഡേറ്റ ഇതിനകത്ത് ഇവർ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. 1000 പുറത്ത് അല്ലെങ്കിൽ ഇഷ്ടം പോലെ ഫുഡുകളുടെ ഡേറ്റ. എൻ്റെ ഒരു ഒപ്പീനിയനിൽ മൈ ഫിറ്റ്നസ് പാലാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, നല്ല കൂടുതൽ ആക്യുറസി കിട്ടുന്നത്. സോ ഇഷ്ടം പോലെ ഫുഡുകളുടെ ഡേറ്റ ഇവർ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. സോ ഇതിനകത്ത് നിങ്ങൾ ചെന്നിട്ട് നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഫുഡ് ലോഗ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഓക്കെ, സോ നിങ്ങൾക്കിത് ഇതിനകത്ത് കാണാൻ പറ്റും. സോ ഇത് ഞാനൊരു ഡിഫോൾട്ട് സെറ്റിങ്സിൽ ചെയ്തു വന്നതാണ്. ഇപ്പോൾ 1900 കാലറി കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് നിങ്ങളുടെ ഗോൾസ് ഒക്കെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് അതായത് ഈ പ്രൊഫൈലിൽ പോയിട്ട് നിങ്ങൾക്കിപ്പോൾ ഇപ്പോഴത്തെ വെയിറ്റ് എത്രയാണ്, നിങ്ങൾക്ക് നിങ്ങൾക്ക് എത്ര വെയിറ്റ് ആണ് വേണ്ടത്. നിങ്ങൾക്ക് ഇപ്പോൾ 80 കിലോ ആണ്, പക്ഷേ നിങ്ങൾക്ക് 70 കിലോ ആണ് വേണ്ടത്. സോ അതനുസരിച്ച് നിങ്ങൾക്ക് ഇതിനകത്ത് തന്നെ മെയിൻ്റനൻസ് കാലറി അവർ കാൽക്കുലേറ്റ് ചെയ്ത് തരുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് തന്നെ ഒരു കാലറി കാൽക്കുലേറ്റർ ഉണ്ട്, പക്ഷേ ഞാൻ ഇതിങ്ങനെ ഉപയോഗിക്കാറില്ല. അതായത് കാലറി കാൽക്കുലേറ്ററായിട്ട് ഉപയോഗിക്കാറില്ല. സോ ഇതിനകത്ത് തന്നെ അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് കൂടണമെങ്കിൽ നിങ്ങളുടെ കറണ്ട് വെയിറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾ വെയിറ്റ് ഇതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് തന്നെ അവരായിട്ട് തന്നെ കാൽക്കുലേറ്റ് തരും. ഇത് ഞാൻ മെയിനിൽ ഉപയോഗിക്കുന്നത് വെച്ചാൽ ഫുഡ് ട്രാക്ക് ചെയ്യാനാണ്. സോ അത് ഞാൻ കാണിച്ചു തരാം. സോ ഇങ്ങനെ നിങ്ങൾക്ക് പ്ലസ് സൈക്കിളിൽ നിൽക്കുന്ന സമയത്ത് ഇവിടെ പ്ലസ് സൈക്കിളിൽ നിൽക്കുന്ന സമയത്ത് ഒരു ഓപ്ഷൻ വരും, അതായത് ലോഗ് ഫുഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. ഓക്കെ, അപ്പോൾ ഈ ലോഗ് ഫുഡിനകത്തൊരു സെർച്ച് ബാർ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് അടിച്ചു കൊടുക്കാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് മിക്ക ബ്രാൻഡുകൾ ഇതിനകത്തുണ്ട് കേട്ടോ. ഇന്ത്യയിൽ മിക്ക ബ്രാൻഡുകൾ ഇതിനകത്തുണ്ട്. മിക്ക ഫുഡുകൾ നമ്മൾ നോർമലി കഴിക്കുന്നത് നിങ്ങൾക്ക് അടിച്ചു കൊടുക്കാം. അതിൻ്റെ ഒരു ആവറേജ് കാലറീസ് ഇതിനകത്ത് ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ എന്താ കഴിക്കുക, ഇപ്പോൾ റൈസ്, സോ വൈറ്റ് റൈസ് ടു കുക്ക്ഡ് ഞാൻ ഇതിനകത്ത് ഓൾറെഡി ലോഗ് ചെയ്യുന്നുണ്ട്, എനിക്ക് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ 300 gram വൈറ്റ് റൈസ് കുക്ക്ഡ്. ഇപ്പോൾ ഇത് പല ബ്രാൻഡ് അനുസരിച്ച് മാറാൻ ചാൻസുണ്ട് കേട്ടോ. സോ നിങ്ങൾ വൈറ്റ് റൈസ് ഒക്കെ മേടിക്കുന്ന സമയത്ത് നിങ്ങൾ ബ്രാൻഡൊക്കെയാണ് മേടിക്കുന്നത്, നിങ്ങൾ പാക്കറ്റ് നോക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ആക്യുറേറ്റ് വാല്യൂ കിട്ടും. ഓക്കെ, സോ 300 gram ഞാൻ ഇവിടെ കഴിക്കുന്നത്. ഓക്കെ, സോ 300 gram കഴിക്കുമ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് 390 കാലറീസ് കിട്ടും. ആ 390 കാലറീസിൽ ഓൾമോസ്റ്റ് 84 gram കാർബോഹൈഡ്രേറ്റ്സ് കിട്ടും. ഓക്കെ, ഇതുപോലെ നിങ്ങളിപ്പോൾ ചിക്കൻ മേടിക്കുകയാണെങ്കിൽ നമുക്ക് ചിക്കൻ അടിച്ചു കൊടുക്കുമ്പോൾ ഓക്കെ, അപ്പോൾ ചിക്കൻ വരും. അപ്പോൾ സോ നിങ്ങളിപ്പോൾ 100 gram ചിക്കനാണ് ഒരു ദിവസം കഴിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ അത് 100 gram സേവ് ചെയ്തിട്ട് സോ അപ്പം നിങ്ങൾക്ക് അതും പ്രോപ്പറായിട്ട് വരും. 116 കാലറീസാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. 116 117 അല്ലെങ്കിൽ അങ്ങനെ. അത് പിന്നെ ഇതാണ്ട പ്രോട്ടീനും കൊടുത്തിട്ടുണ്ട്. ഇത് 22 gram പ്രോട്ടീൻ ചിക്കൻ കിട്ടുന്നു. സോ നിങ്ങൾക്ക് ഇതിങ്ങനെ ആഡ് ചെയ്ത് പോവാം. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഓരോ കഴിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇത് ഈ ഫോണിൽ ലോഗ് ചെയ്യുമ്പോൾ ഈ ഫോൺ തന്നെ ഈ ആപ്പ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് തരും. അല്ലെങ്കിൽ നിങ്ങൾ മാനുവലായിട്ട് എഴുതി ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും.
സോ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും നിങ്ങൾ എത്രത്തോളം ഫുഡ് കഴിക്കുന്നു, അത് നിങ്ങളുടെ മെയിൻ്റനൻസ് സ്കെയിലിൽ ഇത് കുറഞ്ഞ് നിൽക്കുവാണോ കൂടി നിൽക്കുന്നതാണെന്ന് ഒരു ഐഡിയ കിട്ടും. ബേസിക്കലി ഇത് കൺഫ്യൂസിംഗ് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു മെയിൻ്റനൻസ് കാലറീസ് ആണോ, ഫോർ എക്സാമ്പിൾ 80 കിലോ അല്ലെങ്കിൽ 90 കിലോ ഉള്ള ആൾക്ക് അത് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോണ കാലറീസ് ആണ് മെയിൻ്റനൻസ് കാലറീസ്. സോ നിങ്ങളതിൽ കുറവ് ഫുഡ് കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വെയിറ്റ് കുറയും, നിങ്ങളതിൽ കൂടുതൽ ഫുഡ് കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വെയിറ്റ് കൂടും. ഇതിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ നല്ല ആക്റ്റീവായിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ മെയിൻ്റനൻസ് കാലറി നിങ്ങൾ ചിലപ്പോൾ കൂടി കഴിച്ചാലും നിങ്ങളുടെ വെയിറ്റ് പെട്ടെന്ന് കൂടത്തില്ല. കാരണം നിങ്ങൾ അത്രയും കാലറീസ് നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ ബോഡി പെട്ടെന്ന് ബേൺ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പതുക്കെ കൂടും. അതുപോലെ തന്നെ നിങ്ങൾ ഒട്ടും ആക്ടിവിറ്റീസ് ചെയ്യാതെ, അതായത് ജിമ്മിലൊന്നും പോകത്തില്ല, ഒന്നും ചെയ്യാത്ത ഒരാളാണെങ്കിൽ, കൂടുതലും ആക്ടിവിറ്റീസ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ നിങ്ങളുടെ മെറ്റബോളിസം പൊതുവേ ഭയങ്കര സ്ലോ ആയിരിക്കും. സോ നിങ്ങൾ കുറച്ച് കാലറീസ് കുറച്ചെന്ന് പറഞ്ഞ് പെട്ടെന്ന് നിങ്ങളുടെ വെയിറ്റ് കുറയത്തുമില്ല. ഓക്കെ, സോ നിങ്ങൾ പക്ഷേ ഗ്രാജുവലായിട്ട് നിങ്ങളുടെ മെയിൻ്റനൻസ് കാലറീസ് കുറവാണ് കഴിക്കുന്നെങ്കിൽ നിങ്ങളുടെ വെയിറ്റ് കുറഞ്ഞിരിക്കും, അതുപോലെ കൂടുതലാണ് കഴിക്കുന്നെങ്കിൽ നിങ്ങൾ കൂടിയിരിക്കും. സോ നിങ്ങൾ വെയിറ്റ് കുറയ്ക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു അസിസ്റ്റിംഗ് ഹെൽപ്പായിട്ട് നിങ്ങൾ കാലറീസ് കുറച്ച് കഴിക്കുന്നതിനോട് എക്സസൈസും കൂടെ ചെയ്ത് നോക്കുക. ആ സമയത്ത് നിങ്ങളുടെ ബോഡി കുറച്ചും കൂടെ കാലറീസ് ബേൺ ആകും. അപ്പോൾ നിങ്ങൾക്ക് അത് അസിസ്റ്റ് ചെയ്യും, പെട്ടെന്ന് കുറച്ചുകൂടെ വെയിറ്റ് കുറയാൻ വേണ്ടി അസിസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ വെയിറ്റ് കൂടുന്ന സമയത്തും നിങ്ങൾ കുറച്ച് അധികം കഴിച്ചിട്ട് എക്സസൈസ് ചെയ്യുക. കാരണം എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണ്. സോ എക്സസൈസ് ചെയ്യുക. ഓക്കെ, സോ മസിൽ മാസ് കൂട്ടാൻ ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നു. റിസർച്ച് അനുസരിച്ച് നിങ്ങൾ 1 pound ഓഫ് പ്രോട്ടീൻ 1 pound ഓഫ് ബോഡി വെയിറ്റിന് 1 gram പ്രോട്ടീൻ വെച്ച് കഴിക്കാൻ നോക്കുക. അതാണ് അതാണ് അത്രേ ആവശ്യമുള്ളൂ. സോ നിങ്ങളൊരു 80 കിലോ ഒക്കെ ഉള്ള ആണെങ്കിൽ 150 gram പ്ലസ് പ്രോട്ടീൻ, മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും പ്രോട്ടീൻ്റെ അളവ് നോർമലി സെയിം ആണ്. സോ അത് കഴിക്കാൻ നോക്കുക. സോ അതാണ് എനിക്കിന്ന് പറയാനുള്ളത്. ഓക്കെ, സോ നിങ്ങൾ നെക്സ്റ്റ് ടൈം ഫുഡ് കഴിക്കും നിങ്ങൾക്ക് വെയിറ്റ് കൂടുകയോ കുറയുമെന്ന് നോക്കുക. കുറയുമെന്ന് തോന്നുമ്പോഴത്തേക്ക് നിങ്ങൾ ഫുഡ് മാത്രം കുറയ്ക്കുകയോ അല്ലെങ്കിൽ ഫുഡ് മാത്രം കൂട്ടുകയോ ചെയ്താൽ നിങ്ങളതിൻ്റെ പുറകിലുള്ള സയൻസ് നോക്കുക. നിങ്ങൾ അതിൻ്റെ പുറകെ ഉള്ള മാത്തമാറ്റിക്സ് മെയിൻ്റനൻസ് കാലറീസ് ഒക്കെ നോക്കിയിട്ട് അതിൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ അറിയാൻ പറ്റും എന്താണ് നിങ്ങളുടെ മെറ്റബോളിക് ലെവലും നിങ്ങളുടെ ഡെയിലി കാലറി ഇൻടേക്കും നിങ്ങൾക്ക് എല്ലാം അറിയാൻ പറ്റും. സോ അത്രയേ ഉള്ളൂ എനിക്ക് പറയാമെന്ന് വെച്ചാൽ. നിങ്ങൾക്ക് ഇനി പ്രത്യേകിച്ച് ഇതിൽ നിന്ന് കുറച്ചും കൂടെ എലാബറേറ്റ് ചെയ്ത് വീഡിയോ വേണമെങ്കിലും അല്ലെങ്കിൽ ആ ആപ്പിൻ്റെ കാര്യങ്ങൾ കുറച്ചും കൂടെ നല്ല രീതിയിൽ പറഞ്ഞു തരണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സ് ഇട്ടാൽ മതി, ഞാൻ ഒരു വീഡിയോ കൂടെ ഉണ്ടാകാൻ നോക്കാം. ഓക്കെ, സോ അത്രയേ ഉള്ളൂ. ഇന്നിപ്പോൾ ഞാൻ ജിമ്മിൽ പോയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടിടാം. ഓക്കെ, സോ ഈ വീഡിയോ ഒന്ന് നിങ്ങൾക്ക് കുറച്ച് ഇൻഫർമേഷൻ കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എൻ്റെ അടുത്ത് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ചോദിക്കാൻ പറ്റും. ഓക്കെ, സോ അത്രയേ ഉള്ളൂ. സോ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ ഇനി ഞാൻ ജിമ്മിൽ പോയിട്ട് വീഡിയോ ഓക്കെ, സോ ഞാൻ ജിമ്മിൽ പോയിട്ട് ബാക്കിൻ്റെ വർക്കൗട്ടാണ് ചെയ്തത്. ബാക്കിൻ്റെ വർക്കൗട്ട് ഞാൻ കുറച്ച് നാൾക്ക് ശേഷമാണ് ചെയ്തു തുടങ്ങുന്നത്. കാരണം ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഒബ്ലിക്കിലൊരു ഇഞ്ചുറി ഉണ്ടായിരുന്നു. സോ അതിൽ നിന്ന് റിക്കവർ ആവുന്നേ ഉള്ളൂ. സോ കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ബാക്കിൻ്റെ വർക്കൗട്ട് ചെയ്യുന്നത്. സോ എനിക്ക് നല്ല രീതിയിൽ മൈൻഡ് മസിൽ കണക്ഷൻ കിട്ടുന്ന എളുപ്പമുള്ള വർക്കൗട്ട്സ് മാത്രമാണ് ചെയ്തത്. സോ ഫസ്റ്റ് ഞാൻ റോപ്പ് പുള്ളിൽ തുടങ്ങി, പിന്നെ സെക്കൻഡ് വർക്കൗട്ട് ഇൻക്ലൈൻ ബെഞ്ചിൽ ഡംബൽ റോ ആണ് ചെയ്തത്. ആൻഡ് തേർഡ് വർക്കൗട്ട് ഞാൻ ക്ലോസ് ഗ്രിപ്പ് അറ്റാച്ച്മെൻറ്റിൽ ലാറ്റ് പുൾ ഡൗൺ. ആൻഡ് ഫോർത്ത് ഒരു റിയർ ട്രാപ്സിന് വേണ്ടിയിട്ട് ഒരു റോയും, പിന്നെ ലാസ്റ്റ് ഞാൻ ഒരു ലോവർ ബാക്കിന് വേണ്ടിയിട്ട് ഹൈ പ്രൊക്ഷൻ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. സോ ഇതാണ് ഞാൻ ബാക്കിന് ചെയ്തത്. പെട്ടെന്ന് ഞാൻ വർക്കൗട്ട് ചെയ്ത് ഇറങ്ങി. എനിക്ക് എക്സ്റ്റേണലായിട്ട് ബാക്കിനെ സ്ട്രെച്ച് ചെയ്യേണ്ട, കാരണം എനിക്ക് ഒബ്ലിക്സിൽ അധികം ടെൻഷൻ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഇത്രയേ ഉള്ളൂ വർക്കൗട്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു വരുന്നു, കുറച്ച് ഇൻഫോർമേഷൻ കിട്ടിയെന്ന് വരുന്നു. സോ നെക്സ്റ്റ് വീഡിയോ വരെ താങ്ക് യു ഫോർ വാച്ചിങ്.